ദിലീപിനെ ഈ കേസിൽ കൊടുക്കാനായിട്ട് ഏറ്റവും അധികം പരിശ്രമിച്ച ഒരു മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞു. അത് ബി സന്ധ്യയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ദിലീപ് ഒരു അഭിമുഖത്തിൽ ഇപ്പോൾ പറയുന്നു ബി സന്ധ്യക്കെതിരെ ഞാൻ കേസ് കൊടുക്കുമെന്ന്. അപ്പോൾ സന്ധ്യ ദിലീപിനെ പൂട്ടാനായിട്ട് എന്തായിരിക്കും ഒരു നീക്കം നടത്തിയത്? അതായത് സത്യത്തിൽ ഈ ഹിന്ദു പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിലാണ് ഈ സൂചനകളുള്ളത്. അതിൻ്റെ അകത്ത് സന്ധ്യയുടെ പേരൊന്നും ദിലീപ് പറഞ്ഞിട്ടില്ല. പക്ഷെ ദിലീപ് മറ്റേ ആദ്യ പ്രതികരണം എന്നുള്ളതിലേക്ക് മഞ്ജു ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന് പറയുന്ന അപ്പം മുതലാണ് എനിക്കെതിരെ ഗൂഢാലോചന നടന്നത്. അതൊരു ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലാണെന്ന് ദിലീപ് അപ്പോഴും പറഞ്ഞു. അത് കഴിഞ്ഞ് രാമൻപിള്ള വക്കീൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെ നടന്ന ഗൂഢാലോചനയാണെന്ന്. അപ്പൊ ഹിന്ദുവിന് കൊടുത്ത പ്രതികരണത്തിൽ ദിലീപ് പറഞ്ഞിരിക്കുന്നത് ദിലീപാണ് ഈ കേസിലെ ഇര. പോലീസ് വ്യക്തിപരമായ നേട്ടങ്ങൾക്കും പ്രശസ്തിക്കും വേണ്ടി തന്നെ കൊടുക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയെയും ഈ പോലീസ് സംഘം കബളിപ്പിച്ചു. കാരണം ആദ്യത്തെ 6 പേര് പ്രതികളായപ്പോ തന്നെ ഇതിൻ്റെ അകത്ത് ഗൂഢാലോചന ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതൊരു ഭാവന മാത്രമാണ്, ദിലീപ് ആണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ. അതൊരു ഭാവന മാത്രമാണ്, 1-ാം പ്രതിയുടെ ഭാവന മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ പൾസർ സുനിയുടെ ഭാവന മാത്രമാണെന്ന് പറഞ്ഞിരുന്നു. ആ മുഖ്യമന്ത്രിയെ കൊണ്ടും പിന്നെ ഈ പോലീസ് സംഘം മാറ്റി പറയിച്ചു. അതാണ് ദിലീപ് പറയുന്നത്. അതിജീവിതമായി ഒരു ശത്രുതയും ഇല്ല, സൗഹൃദമാണ്. ആദ്യ 4 മാസം കേസുണ്ടായിട്ട് അതിജീവിത ദിലീപിന്റെ പേര് തന്നെ പറഞ്ഞില്ല, പിന്നെ സമ്മർദ്ദം കൊണ്ട് പറഞ്ഞതാണ്. ഇതാണ് ദിലീപ് പറയുന്നത്. പിന്നെ 13 മണിക്കൂർ ദിലീപിനെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിൽ വരുന്നില്ലേ? അത് പോലീസ് സംഘം ചുമ്മാ പറയുന്നതാണ്. 1 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി വെറുതെ ഇങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ മീഡിയയുടെ മുമ്പിൽ അതൊരു സംശയത്തിന് ഇട നൽകത്തില്ല. ഇയാളെ 13 മറ്റേ നാദിർഷ പോണു, മറ്റേ സിദ്ദിഖ് പോകുന്നു, KPSC ഇങ്ങനെ പോണു. അപ്പോ ജനവികാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ മെനിഞ്ഞതാണ് അങ്ങനെ 13 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത്. കുടുംബ പ്രേക്ഷകരെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമവുമായിരുന്നു. തനിക്കായി പോസ്റ്റ് ഇട്ടവരെ കുടുക്കാനായിട്ട് കൊണ്ടുപിടിച്ച ശ്രമം നടന്നു. അവരുടെ ഈ പോലീസ് സംഘത്തിൻ്റെ ഒക്കെ പ്രശസ്തിക്ക് വേണ്ടി എൻ്റെ ജീവിതം ബലി കൊടുക്കേണ്ടി വന്നു എന്നും അങ്ങേര് പറയുന്നുണ്ട്, ദിലീപ് പറയുന്നുണ്ട്. അപ്പൊ പോലീസിന്റെ ഗൂഢാലോചന എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ജീവിതവും കരിയറും നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, വിധിപ്പകർപ്പ് കിട്ടട്ടെ എന്ന് പറഞ്ഞു. 12-ാം തീയതിയാണോ അത്? അപ്പൊ അത് കഴിഞ്ഞിട്ട് കള്ളക്കേസിൽ കുടുക്കിയവർക്കെതിരെ ജീവിതവും കരിയറും നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. അതാണ് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ സന്ധ്യയ്ക്കും കൂട്ടർക്കും എതിരെ കേസ് കൊടുക്കും എന്നാണല്ലോ ഇതിന്റെ അർത്ഥം. സാർ, ഈ സ്റ്റേറ്റ് പോലീസ് ചീഫായിട്ട് അന്നിരുന്നത് TP സെൻകുമാറാണ്. ഈ സെൻകുമാറിനെതിരെ ചില നീക്കങ്ങൾ നടത്തുകയും പിന്നീട് കോടതിയിൽ പോയി ചില അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു. അങ്ങനെ ലോക്നാഥ് ബെഹ്റയെ മാറ്റിയിട്ടാണ് സെൻകുമാർ വന്നത്. ഈ സെൻകുമാർ വന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊന്നും ഒരു നിർണായക റോൾ എടുക്കാൻ പറ്റിയില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സെൻകുമാർ ശരിക്കും ലോക്നാഥ് ബെഹ്റ തന്നെയാണ്. സെൻകുമാർ 2 മാസത്തേക്ക് കേസ് കൊടുത്ത് വരികയാണ്. അപ്പൊ ആ സമയത്ത് ഈ അന്വേഷണത്തിൽപ്പെട്ട ഈ സുദർശനും മറ്റൊരു ദിനേന്ദ്ര കശ്യപും മാത്രമാണ് തന്നോട് കേസിന്റെ കാര്യം സംസാരിച്ചിരുന്നത് എന്ന് സെൻകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സന്ധ്യയും സെൻകുമാറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ആ സമയത്തില്ല. എന്താന്ന് വെച്ചാൽ സെൻകുമാർ തിരിച്ചു വന്നിരിക്കുന്നത് 2 മാസത്തേക്ക് മാത്രമാണ്. അത് കഴിഞ്ഞ് ബെഹ്റ തിരിച്ചു വരും, അതായത് റിട്ടയർ ചെയ്യും അല്ലേ? സെൻകുമാർ റിട്ടയർ ചെയ്യാണ്, അതെല്ലാവർക്കും അറിയാം. 3 മാസം ഇരുന്നാൽ മാത്രമേ ഈ ഉദ്യോഗസ്ഥന്മാരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് സെൻകുമാർ എഴുതുമായിരുന്നുള്ളൂ, പ്രതികൂല പരാമർശമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ. അതുകൊണ്ട് സെൻകുമാറിനോട് ഇതൊന്നും കൂടിയാലോചിക്കേണ്ടതില്ല എന്ന് സന്ധ്യയും കൂട്ടരും കൂടി തീരുമാനിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് സെൻകുമാറും തിരിച്ചെപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് NIT-യിലെ ഹിന്ദു ആദർശ് എന്ന് പറഞ്ഞിട്ട്
നമ്മുടെ ആലുവ പുഴയിൽ നിന്ന് ട്രെയിനിൽ പോകുമ്പോൾ ചാടി പിന്നീട് അത് തള്ളിയിട്ടതാണെന്നൊക്കെ വന്ന ഒരാള് ആ കേസിൽ പിടികൂടി. അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു NIT-യില്. അതെ, അത് കുടുക്കിയതാണ്, അത് സന്ധ്യ കുടുക്കിയതാണ് എന്ന് പറഞ്ഞിട്ടൊരു സന്ധ്യയുടെ ശത്രുക്കൾ പറയുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കേസല്ലേ ഗംഗേശാനന്ദയുടെ കേസ്. സ്വാമി ഒളിഞ്ഞു പോയില്ലേ? ഗംഗേശാനന്ദ അന്ന് തന്നെ ഏതോ ഒരു സ്ഥലത്തിന്റെ കേസില് സന്ധ്യയുമായിട്ട് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ? അവര് പറഞ്ഞു സ്ഥലം എഴുതി കൊടുക്കാൻ പറഞ്ഞു. അവിടെ ആ ചട്ടമ്പി സ്വാമികളുടെ പേരിലുള്ള എന്തോ ഒരു സ്ഥലമാണെന്നോ അത് സന്ധ്യ മേടിച്ചു എന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഭൂമി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൊത്തത്തിലൊരു ദുരൂഹത നിറഞ്ഞ അവസ്ഥയിലായിരുന്നു അന്നേരം ADGP എന്ന പദവിയിൽ ഇരിക്കുമ്പോഴും അല്ലെ സന്ധ്യ നടത്ത പ്രവർത്തികൾ. ജിഷ കേസ് പെരുമ്പാവൂരിലെ ഇത്രയും ചോദിച്ചുകൊണ്ട് പറയാം. മുമ്പ് ഞാൻ സന്ധ്യയെ പറ്റി എഴുതിയിട്ടുള്ളതാണ്, അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ മറന്നെങ്കിലും ഈ സിറാജുന്നീസ എന്ന് പറഞ്ഞിട്ട് 14 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയെ പോലീസ് വെടിവെച്ചു കൊന്ന ഓർമ്മയുണ്ടോ? പാലക്കാട്ട് മറ്റേ സമരത്തിന്റെ മുമ്പിൽ നിന്നു പറഞ്ഞിട്ട് അല്ലേ? അതെ, അന്ന് അവിടെ SP ആയിരുന്ന സന്ധ്യ. അപ്പൊ സന്ധ്യ ശരിക്കും ആ കേസില് കുടുങ്ങും എന്നുള്ളൊരു അവസ്ഥ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വെടിവെപ്പ് അനാവശ്യമായിരുന്നു എന്നൊരു അതിനെ സംബന്ധിച്ച റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു രാഷ്ട്രീയ സംരക്ഷണം അവർക്ക് കിട്ടി. അന്ന് സന്ധ്യയ്ക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുത്ത ആള് ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട്. അന്ന് പക്ഷെ കോൺഗ്രസ് അല്ലായിരുന്നോ? അല്ല, മുഖ്യമന്ത്രിയുടെ പിന്നീട് ഉള്ള കാരണം മുസ്ലിം ലീഗിന് ഈ സിറാജുന്നീസ കേസിൽ നീതി കിട്ടണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു പിന്നീട്. പക്ഷെ പിന്നീട് CPM സർക്കാർ വന്നപ്പോൾ ഇവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടി, നടപടിയൊന്നും എടുത്തില്ല എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അന്ന് പ്രൊട്ടക്ട് ചെയ്തയാൾ ഇപ്പോഴും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സന്ധ്യ ഇതുപോലെ തന്നെ ദിലീപിനെ ജയിലിലാക്കിയ സമയത്ത് ഒരുപാട് പീഡനമൊക്കെ ദിലീപിന് അനുഭവിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഒരു പക്ഷേ മരണത്തോട് മല്ലടിക്കുന്ന പോലെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഭക്ഷണം കഴിക്കുന്നില്ല, ഇയാൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. അന്ന് ഈ ശ്രീലേഖയും ഇതേ പദവിയിലായിരുന്നു. ശ്രീലേഖ ജയിലിൽ പോയി എന്നാണ് ദിലീപിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് കുറ്റം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാന്നുള്ളൊരു ആത്മവിശ്വാസമൊക്കെ പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ ഉടനീളം ദിലീപ് ഇതിൽ കുറ്റക്കാരനല്ല, ദിലീപിനെ ഫ്രെയിം ചെയ്തതാണ് എന്ന് ശ്രീലേഖ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹപ്രവർത്തകയായിരുന്ന DGP ADGP ആയിരുന്ന സന്ധ്യ ചെയ്ത കാര്യങ്ങളൊക്കെ ശ്രീലേഖയ്ക്കും അറിയാമായിരിക്കില്ലേ? അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അപ്പോ ദിലീപ് കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ സാക്ഷിയായിട്ടും വിസ്തരിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ സെൻകുമാർ ഇത് പരസ്യമായിട്ട് എഴുതിയിട്ടില്ലേ? ശ്രീലേഖയും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലേ? യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ഇത്തരം കാര്യങ്ങള്? മാത്രല്ല 2017 ഓഗസ്റ്റ് 9 ദിലീപ് പിടിയിലായിട്ട് അധികമൊന്നും ആയിട്ടില്ലല്ലോ. അന്ന് മലയാള മനോരമയിലെ അഡ്വക്കേറ്റ് സനൽ കുമാർ എന്ന് പറഞ്ഞ ആളുടെ ഒരു ലേഖനം വന്നിരുന്നു. അത് വായിച്ചിരുന്നു? ഇല്ല. ശരിക്കും ദിലീപിന്റെ ഭാഗം ബാധിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് 2017 ഓഗസ്റ്റ് 9 മനോരമയിൽ വന്ന സനൽ കുമാറിന്റെ ലേഖനം. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ഫെബ്രുവരി 17 ആക്രമണം. അതെ, കോടതിയിൽ നിന്ന് പൾസർ സുനിയെ പിടിച്ചുകൊണ്ട് പോവുക. അങ്ങനെ കോടതിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, ആൾ കീഴടങ്ങാൻ വന്നതല്ലേ. അതെ. അപ്പൊ അങ്ങനെ ചെയ്തു. ഇത് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന് അപ്പോ പൾസർ സുനി പറയുകയാണ്. അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കോടതിയിൽ പിന്നെ ഹാജരാക്കുമ്പോൾ പൾസർ സുനി മൗനം പാലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഗൂഢാലോചന ഇല്ലെന്ന് അന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു. പൾസറിനെ കൊണ്ട് ആരോ പറയിച്ചതാണെന്ന്, എന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന്. അപ്പൊ അത് കഴിഞ്ഞ് പൾസർ ദിലീപിനുള്ള ഒരു കത്തയക്കുന്നില്ലേ ആ പുണ്ണിക്കൊക്കെ? അപ്പോ ഈ 1.5 കോടി രൂപയുടെ കൊട്ടേഷനാന്നൊക്കെ പറഞ്ഞിട്ടൊരു കത്ത് നിങ്ങളെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. ദിലീപ് ബാക്കി പൈസ കൊടുക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോ ദിലീപ് ആ സമയത്ത് മുൻകൂർ ജാമ്യത്തിനൊന്നും പോകുന്നില്ല. കാരണം ദിലീപിന് ധൈര്യമുണ്ട്, ദിലീപ് അല്ല ചെയ്തതെന്നുള്ള ഒരു തോന്നലാണല്ലോ ദിലീപിനുള്ളത്. വിശ്വാസമുണ്ടല്ലോ, അറിയാവുന്നതായോ അതുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് ബെഹ്റയ്ക്ക് ദിലീപ് ഒരു പരാതി കൊടുക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എക്സ്റ്റോർഷൻ പണം പിടിച്ചു പറിക്കാനായിട്ട് കേസിൽ കുടുക്കി
ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു പരാതി കൊടുത്താൽ അതിലൊരു FIR ഇടണ്ടേ? വേണം. ദിലീപിന്റെ ആ പരാതിയിൽ FIR ആ ബെഹ്റ അതൊരു പോലീസ് സ്റ്റേഷനിലേക്ക് റെഫർ ചെയ്തിട്ടില്ല, അതിലൊരു കേസും ഇല്ല. ഈ സനൽകുമാർ എഴുതിയതാണ്, അതിൽ FIR ഇല്ല. പിന്നെ ബെഹ്റമാർ സെൻകുമാർ വന്നു, അപ്പോഴാണ് സഹതടവുകാരൻ ഒരു ദിലീപാണ് ഇത് ചെയ്യിച്ചതെന്ന് പറഞ്ഞിട്ടൊരു തടവുകാരൻ പറയുന്നു. 13 മണിക്കൂർ ചോദ്യം ചെയ്ത കാര്യം പറയുന്നു. അപ്പോൾ ഈ ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തിയതാണ് സന്ധ്യ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തിയതാണെന്ന് സെൻകുമാർ പിന്നീട് പറയുന്നു. വീണ്ടും ബെഹ്റ വരുന്നു, ജൂലൈ 14-ാം തീയതി അറസ്റ്റ് ചെയ്യുന്നു ദിലീപിനെ. അതായത് സെൻകുമാർ ഇരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഈ അറസ്റ്റ് നടക്കില്ല. സെൻകുമാർ പോയി, ബെഹ്റ വന്നിട്ട് ജൂലൈ 10-ാം തീയതിയാണ് അറസ്റ്റ് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ബാലചന്ദ്രകുമാറിന്റെ രംഗപ്രവേശമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പൾസർ സുനിയുടെ കത്തിനെ പറ്റി സനൽകുമാർ വക്കീൽ പറയുന്നത് എന്താണെന്നറിയോ? അതിലെ കയ്യക്ഷരം, ഭാഷ, ഇതൊന്നും പൾസർ സുനിയുടേതല്ല. വെട്ടും കുത്തും ഇല്ല. സാധാരണ നമ്മൾ എഴുതുമ്പോൾ ഒരു വെട്ടും കുത്തും ഒക്കെ വരുമല്ലോ, ഇതൊന്നും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത് എന്ന് ദിലീപ് പറയുന്നത്. അപ്പൊ ലളിതാകുമാരി കേസ് പ്രകാരം ഈ ഒരു പരാതി ദിലീപ് കൊടുത്തല്ലോ. ലളിതാകുമാരി കേസിലെ വിധി പ്രകാരം അതില് ഒരു FIR ഇടേണ്ടതായിരുന്നു, അത് പോലീസ് ഇട്ടില്ല. പിന്നെ ആക്രമിക്കപ്പെട്ട നടി അവരുടെ ജീവിതം, മറ്റേ ദാമ്പത്യ ജീവിതം തകർത്തു, അതിനാൽ കൊട്ടേഷൻ കൊടുത്തതാണ് എന്ന് പറയുന്നൊന്നും വിശ്വാസയോഗ്യമല്ല എന്ന് ഇദ്ദേഹം പറയുന്നു. കാരണം നടന്റെ കാമുകിയെ കിട്ടിയല്ലോ, കാവ്യയെ വിവാഹം ചെയ്തല്ലോ, പിന്നെ ദിലീപിന് എന്ത് പ്രതികാരമാണ്? അതിന്റെ ആവശ്യമില്ലല്ലോ, കാമുകിയെ കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ 2012 ഇടപെട്ടു എന്ന് പറയുന്നുണ്ട് ഇത്തരം കേസുകളിൽ. പക്ഷെ 2016 കാവ്യയെ വിവാഹം ചെയ്തു. പിന്നെന്തിനു 1 കോടി രൂപയുടെ കൊട്ടേഷൻ? അത്രയും കാശ് മുടക്കണ്ടേ? ഈ 1 കോടി എന്ന് ഇവർ പറയുകയാണെങ്കിൽ പിന്നെ 1 കോടി രൂപയുടെ കൊട്ടേഷന് 10,000 രൂപയാണോ അഡ്വാൻസ് കൊടുക്കുന്നത്? ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം മാത്രമല്ല, ഇങ്ങനെ ഒരാളെ ഗൂഢാലോചന നടത്തി ഗുണ്ടയൊക്കെ ആണെങ്കിൽ ഈ പൾസർ സുനിയെ 4 വർഷത്തിൽ 4 തവണയും ദിലീപ് കണ്ടിട്ടുള്ളൂ. ഇങ്ങനൊരു കാര്യം ഏൽപ്പിച്ചാൽ അങ്ങനെയാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദിലീപ് ബെഹ്റയ്ക്ക് കൊടുത്ത ആ പരാതിയാണ് സത്യം എന്നീ സനൽകുമാർ എഴുതിയിരുന്നു. അപ്പോൾ മാത്രമല്ല, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ദിലീപിനെ സംബന്ധിച്ച് കാശുണ്ടല്ലോ കയ്യില്, ആ കൊട്ടേഷന് പറഞ്ഞ തുക കൊടുത്തിട്ട് ഇത് തീർക്കുകയല്ലേ, അല്ലാതെ ഈ പുലിവാലിലൊക്കെ ചെന്ന് ചാടുമായിരുന്നോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. പ്രതി ആണെങ്കിൽ അങ്ങനെ ഒതുക്കി തീർക്കാനല്ലേ സാധ്യത. അപ്പം പിന്നെ മാധ്യമങ്ങളെ ആ സമയത്ത് ദിലീപിന് ഉത്തമ വിശ്വാസമുള്ളത് ദിലീപ് മാധ്യമങ്ങളെ ആക്രമിച്ചു. ചില മാധ്യമ പ്രവർത്തകരെയൊക്കെ ആക്രമിച്ചില്ലേ പേര്? അപ്പൊ അത് ഒരു പ്രതിയായിരുന്നു ദിലീപെങ്കിൽ ദിലീപ് അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കില്ലായിരുന്നു എന്ന് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതിജീവിതം പരസ്യമായി ദിലീപിന്റെ പേര് പറഞ്ഞില്ല. ദിലീപ് ഒളിച്ചോടിയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മാങ്കൂട്ടത്തിൻ്റെ പരിപാടിയൊന്നും കാണിച്ചില്ല. മുൻകൂർ ജാമ്യം തേടിയില്ല, അതിന് കോടതിയിൽ പോയില്ല. പിന്നെ ആ കാലത്ത് ആളൂർ സുനിക്ക് വേണ്ടി ഉടനെ രംഗത്ത് വന്നു. ആരേർപ്പെടുത്തിയതാണ് ആളൂരിനെ അന്ന്? സുനി മുമ്പും ഈ സുനിക്ക് വേണ്ടി വക്കീലിനെ ഏർപ്പെടുത്തുന്നൊക്കെ ആരാണ്? സുനി മുമ്പും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ എന്നൊരു ചോദ്യമുണ്ട് ഇതിൻ്റെ അകത്ത്. അതിന് ഉത്തരം വേണ്ടതല്ലേ? അപ്പോൾ സുനിയെ കോടതിയിൽ പിടിച്ചത്, അന്ന് പോലീസ് വന്ന് പിടിച്ചത്, അത് ആര് പറഞ്ഞിട്ട് എന്നൊരു ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. കീഴടങ്ങാൻ വന്ന ആൾ കീഴടങ്ങിക്കോളുമല്ലോ. ശരിക്കും വല്ലാത്ത സീനല്ലേ അത്? കോടതിയിൽ ഹാജരാകാൻ വന്ന ആൾ അവിടെ. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും ഗൂഢാലോചന, ദിലീപിനെതിരായ ഗൂഢാലോചന എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദിലീപ് ഈ ഹിന്ദുവിനോട് പ്രതികരിച്ചത് ശരിയാണെങ്കിൽ 12-ാം തീയതി ഇത് കിട്ടിയ ശേഷം അതിലിതിനെ പറ്റിയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടാവുമല്ലോ, അതും കൂടിയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
അദ്ദേഹത്തിന് കുറെ കാലം പിടിച്ച് ജയിലിലിട്ടല്ലേ, 90-95 ദിവസം അതെ അല്ലേ 86. കരിയർ പോയി. അപ്പൊ അതുകൊണ്ട് നഷ്ടപരിഹാരം ചോദിച്ചിട്ട് നമ്മൾ നമ്പിനാരായണനൊക്കെ നഷ്ടപരിഹാരം സ്റ്റേറ്റ് കൊടുത്തല്ലേ. അതെ. അപ്പൊ അങ്ങനെ ചോദിച്ച് ഈ പോലീസ് സംഘത്തിനെതിരെ ബൈജു പൗലോസ് ഇല്ലേ, അതെ, ആ പോലീസ് സംഘത്തിനെതിരെ കേസ് കൊടുക്കും എന്നാണ് ദിലീപ് സൂചിപ്പിക്കുന്നത്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.